ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ശ്രീജിത്ത്. ഇനി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. സോ കോറ എന്ന ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്ന സമയവും നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ ഇത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ ഇതിൽ ക്ലിയർ ആയിട്ട് ഈ സ്റ്റെപ്പായിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് മുന്നേ മണി മേക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറേ വീഡിയോസ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് മണി മേക്കിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും കമ്പൈൻ ചെയ്ത് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. സോ ഈ കോറ ഉപയോഗിച്ചിട്ടുള്ള നമുക്ക് ഫ്രീ ആയിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഈ മെത്തേഡ് എങ്ങനെ ഒന്ന് നോക്കാം. സോ കോറ എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വെബ്സൈറ്റ്, അല്ലെങ്കിൽ അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ, നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്. കാരണം അത്രയും ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിന് ആൻസേഴ്സ് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ് കോറ. സോ ഇവിടെ കോറയിലുള്ള ഏറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഏതോ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, ഏറ്റവും വില കുറഞ്ഞ മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഒരു 5000 രൂപ താഴെയുള്ള ഒരു മൊബൈൽ ഫോൺ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരാളത് ചോദിക്കുന്നു, അതിനുള്ള ആൻസേഴ്സ് പല പേരും അതിനുള്ള ആൻസേഴ്സ് അവിടെ കൊടുക്കുന്നു. സോ ഇങ്ങനെ കുറേ ആൾക്കാർ എൻഗേജ് ചെയ്തിട്ട് ആൻസേഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോറ അത്രയും ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. അതേപോലെ ഗൂഗിൾ, അങ്ങനെ സെർച്ച് എൻജിൻസ് എല്ലാം, ഗൂഗിൾ, യാഹു എല്ലാം കോറയെ വളരെ വിശ്വസിക്കും. സോ അത് കാരണം നമ്മൾ ഗൂഗിളിൽ ഒരു ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്താൽ കോറയിലുള്ള ആൻസേഴ്സ് ആണ് ഗൂഗിൾ മോസ്റ്റ്ലി കാണിക്കുക. കാരണം അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് അതിൽ വരുന്നത്. സോ ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ, അതായത് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ട്രിക്കാണ്. അതായത് നിങ്ങൾ വൺ ടൈം ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കോറ യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അതായത് വാട്ട് ആർ ദ ബെസ്റ്റ് ഹെഡ്ഫോൺസ് അണ്ടർ 5000 INR ഇൻ 2019 ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിരിക്കുന്നു. അതിനുള്ളൊരു ആൻസറാണ് ഇത്, നോക്കിക്കോളൂ. സോ ഈ ആൻസർ ചെയ്യുന്ന ആൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഓരോ ഇതിൻ്റെ താഴെയും അയാൾ ഒരു ലിങ്ക് ഇടുന്നുണ്ട്, അതായത് ബൈ ഹിയർ ഫ്രം ആമസോൺ. അതേപോലെ ഈ അടുത്ത പ്രൊഡക്റ്റിലും അതേപോലെ തന്നെ ബൈ ഹിയർ ഫ്രം ആമസോൺ റുപ്പീസ് വെച്ച് ഇടുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, എന്തിനാണ് ഇയാൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിട്ടുണ്ടാവുക? സോ രണ്ട് ആൻസേഴ്സ് നമുക്ക് പറയാം. ഒന്ന്, ഇയാൾ ഈ കോറയിൽ ചോദിച്ച ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് തിങ് എന്താ വെച്ചാൽ, ഇതിൽ നിന്ന് അയാളൊരു റവന്യൂ ഉണ്ടാക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഇതിലിപ്പോൾ ഈ ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് 1000 ആൾക്കാർ വായിക്കുന്നു വരിക്കാം. സോ ഞാൻ റിയൽ ആയിട്ട് ഒരു ഹെഡ്ഫോൺ വാങ്ങാൻ വന്ന ആളാണെങ്കിൽ ഞാൻ ഇയാൾ പറയുന്നത്, നമുക്ക് ഒരാൾ പറയും, അത് വേർഡ് ഓഫ് മൗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. കാരണം ഒരു മനുഷ്യൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ കുറച്ച് വിശ്വസിച്ച് പോകും. നമ്മളൊരു സിസ്റ്റം പറഞ്ഞേക്കാളും നമുക്കൊരു മനുഷ്യൻ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് പോകും. സോ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ഇയാൾ പറയുന്ന ഈ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണല്ലേ, അതുകൊണ്ട് നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നു. സോ ഓട്ടോമാറ്റിക്കലി നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആമസോണിലോട്ട് നമുക്ക് പോകും, നമുക്കൊന്നും അറിയുന്നില്ല. പക്ഷേ ഇതിൽ ബിഹൈൻഡ് ദ സീൻ എന്താ നടക്കുന്നത് വെച്ചാൽ, ആമസോൺ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ 3000 രൂപേൻ്റെ പ്രൊഡക്റ്റിൽ 4000 രൂപേൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആമസോൺ ഇയാൾക്ക്, അതായത് ഈ എഴുതിയ ആൾക്ക് അഫിലിയേറ്റ്, ഇയാൾ ആമസോണിൻ്റെ അഫിലിയേറ്റ് ആണ്. ആമസോൺ ഇയാൾക്ക് അതിൻ്റെ ഒരു ലാഭ ശതമാനം അയാൾക്ക് കൊടുക്കുന്നതാണ്. സോ ഇവിടെ ആമസോണിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ആമസോൺ മാത്രമല്ല ഫ്ലിപ്കാർട്ട് ഇതേ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. സോ ആമസോണിലുള്ള ഇവിടെ ഗുണം എന്ന് വെച്ചാൽ, അവരായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നതിന് പകരം അവർ ബാക്കിയുള്ള, അതായത് അഫിലിയേറ്റ്സ് യൂസ് ചെയ്തിട്ട് അവരൊന്നും ചെയ്യാതെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ അവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് വരുന്ന റവന്യൂവിൻ്റെ 1% അവർ നേരെ അവരുടെ ഈ മാർക്കറ്റ് ചെയ്ത ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നു. സോ ഇവിടെ ഇതിലുള്ള ഇതിൽ എല്ലാവർക്കും ബെനിഫിറ്റ് ആണ്. ആമസോണിന് ബെനിഫിറ്റ് ആണ്, ഇത് വായിക്കുന്ന ആൾക്ക് തന്നെ കുറേ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ആൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നു. ഇത് എഴുതിയ അയാൾക്കും പ്രോഫിറ്റ് ആണ്, അയാൾ ഇതേപോലെ കാശ് ഉണ്ടാക്കുന്നു. സോ ഇതാണ് ഇതിലുള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മൾ എഴുതുന്ന ആൻസർ, നിങ്ങളിവിടെ പോസ്റ്റ് ചെയ്യുന്ന ആൻസർ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അഫിലിയേറ്റ് ലൈഫ് ലോങ് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് കൊണ്ടിരിക്കും. കാരണം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എപ്പോഴും ഇവിടെ ഓൺലൈനിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും, അത് കോറയിൽ തന്നെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അത്രയും ആൾക്കാർ, മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഒരു ദിവസം 2
അല്ലെങ്കിൽ ഒരു മാസം ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണത്. സോ അവരുടെ മുന്നിലോട്ട് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രൊഡക്ട്സ്, അഫിലിയേറ്റ് പ്രൊഡക്ട്സിന്റെ ലിങ്ക്സും അവിടെ പോകുന്നു. അതിലൊരു 100 പേര്, അല്ലെങ്കിൽ നമുക്കൊരു പ്രോബബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 1000 പേര് പോവുകയാണെങ്കിൽ അതിൽ 100 പേര് നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അതിലൊരു 50 പേര് നമ്മുടെ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നു. അതിൽ നിന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് ആളുകൾ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അത് ഒരു നല്ലൊരു മെത്തേഡാണ്. കാരണം കുറേ ആൾക്കാർ ചോദിക്കുന്നു, അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പിന്നെ വേറെ ഉള്ളൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരും ചോദിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിസർച്ച് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ്, അതായത് നിങ്ങളുടെ ഒരു അഫിലിയേറ്റ് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, Quora'യിൽ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ആഡ് എ ക്വസ്റ്റ്യൻ കൊടുക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കാം, വാട്ട് ആർ ദ ബെസ്റ്റ് ഹെഡ് ഫോൺസ് അണ്ടർ ₹4,500 എന്ന് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ പബ്ലിക്കിന് പകരം അനോണിമസ് എന്ന് കൊടുക്കുക. സോ ആർക്കും അറിയാൻ പറ്റില്ല, ആ ക്വസ്റ്റ്യൻ ആരാണ് ചോദിച്ചത് അറിയാൻ പറ്റില്ല. എന്നിട്ട് ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കുക. സോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആൾറെഡി ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഇതൊക്കെ ആയിട്ട് വരും. ഓക്കെ, സോ അത് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണിക്കും. ബട്ട് നിങ്ങൾ ആഡ് ദ ക്വസ്റ്റ്യൻ എനിവേ എന്ന് കൊടുക്കുക. സോ വൺസ് അത് റെഡി ആയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ അനോണിമസ് ആണ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ ഒരു ആൻസർ കൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ആരോ അനോണിമസ് ആയിട്ട് ചോദിച്ച പോലെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങൾ അതിനുള്ള ആൻസേഴ്സ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഒരു നിമിഷം. സോ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആൾറെഡി കണ്ട ഒരു റിവ്യൂ കണ്ടില്ലേ, നമ്മളിവിടെ റിവ്യൂസ് കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ ആ റിവ്യൂ എടുത്തിട്ട് നിങ്ങൾ അതിനുള്ള ആൻസർ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അത് 2-3 അത് നിങ്ങൾ ഒരിക്കലും ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ലിങ്ക് എടുത്തിട്ട് ഈ ലിങ്ക് നിങ്ങൾ വാങ്ങും, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പകരം നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ ഗുഡും അത് പ്രോസ് ആൻഡ് കോൺസ് എഴുതിയിട്ട് നിങ്ങൾ ഒരു കുറച്ച് നന്നായിട്ട് എഴുതിയിട്ട് നിങ്ങൾ അതിവിടെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ വാങ്ങാത്തൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ എങ്ങനെ റിവ്യൂ ചെയ്തു, നമ്മൾ എങ്ങനെ ചെയ്യും? മോസ്റ്റ്ലി ഇൻ്റർനെറ്റിൽ ചെയ്യുന്നത് ആൾക്കാർ ഇങ്ങനെ തന്നെയാണ്. അതായത് അവർ പല ഇപ്പോൾ നമ്മൾ ചില യൂട്യൂബ് ചാനൽസൊക്കെ അൺബോക്സിങ് ആയിട്ട് ചെയ്യും, അവരും ഇതേപോലെ തന്നെ അഫിലിയേറ്റ്. മോസ്റ്റ്ലി ഇൻ്റർനെറ്റിലുള്ള വെബ്സൈറ്റ്സ് എല്ലാം അഫിലിയേറ്റ് യൂസ് ചെയ്യുന്ന അവരെല്ലാവരും ആ പ്രൊഡക്റ്റ് വളരെ ചുരുക്കം പേരാണ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എഴുതുന്നത്. അതിലൊരു 70-80% ആൾക്കാർ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാതെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ബ്ലൈൻഡായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ റിവ്യൂസ് നല്ല റിവ്യൂ ആവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, നിങ്ങൾ ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ റിവ്യൂ എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിനെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് റെക്കമെൻഡേഷൻ, പ്രോസ് ആൻഡ് കോൺസ് അറിയണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റ്, അതായത് നിങ്ങൾ അതിൻ്റെ ഇതിലോട്ട് പോവുക, റിവ്യൂസിലോട്ട് പോവുക. ആമസോണിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ റിവ്യൂസ് കാണാം. അതിൻ്റെ എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണും. ഇതിനുള്ള പോയിന്റ്സ് എല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു കണ്ടന്റ് നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങൾ അത് പേസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഒരു ഇമേജ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നും. എന്നിട്ട് അതിൻ്റെ അടിയിൽ യു ക്യാൻ ബൈ ഫ്രം ആമസോൺ ഫോർ ദിസ് പ്രൈസ് എന്ന് ഇടുക. അവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ട ലിങ്ക് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ആയിരിക്കണം. സോ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇത് അഫിലിയേറ്റ് പോകുന്നതിന് മുന്നേ ഇവിടെ നിങ്ങൾക്ക് ഹെഡ്ഫോൺസ് മാത്രമല്ല, നിങ്ങൾക്ക് കുറേ ടോപ്പിക്സിൻ്റെ ഓഡിയോ എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ ഹെഡ്ഫോൺസ് റിലേറ്റഡ് ആണ് ഇവിടെ എല്ലാം വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ പല തരത്തിലുള്ള ടോപ്പിക്സ് അറിയാം. അപ്പോൾ ഈ ഓരോ ടോപ്പിക്സ് ഫോളോ ചെയ്യുന്ന അത്രയും ആൾക്കാരാണ്. നിങ്ങളുടെ കാണാം, ഇത് 13.5K ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ട്, 30.9K ഫോളോവേഴ്സ് ഉണ്ട്. സോ അങ്ങനെ ഈ പ്രൊഡക്റ്റ് മാത്രമല്ല, നിങ്ങൾക്ക് TV, വാഷിംഗ് മെഷീൻ, ഹൗസ് ഹോൾഡ് തിങ്സ്, അങ്ങനെ എല്ലാ ബുക്സ്, അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അഫിലിയേറ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് ആദ്യം നിങ്ങൾക്ക് അഫിലിയേറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു അഫിലിയേറ്റ് ആണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആമസോണിൽ പോവുക. എന്നിട്ട് ആമസോൺ അഫിലിയേറ്റ് program.amazon.in പോയി കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യണം. ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാണെങ്കിൽ ഈ അഫിലിയേറ്റ് എങ്ങനെ സൈൻ അപ്പ് ചെയ്യണമെന്ന് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാം. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറെല്ലാം കൊടുത്ത് നിങ്ങളുടെ അഫിലിയേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് അതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്യുന്നു. സോ ആ ലിങ്ക് മൂലം ആര് വാങ്ങിയാലും അത് നിങ്ങൾക്ക് കാശായിട്ട് വരും. സോ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട്, ഇതാണ് ഇപ്പോൾ ആമസോൺ നമ്മുടെ ഇന്ത്യയിൽ കറൻ്റ്ലി കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ്. അതായത് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ നമ്മൾ മൂലം ഒരാൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ 2.5% നമുക്ക് റവന്യൂ അവർ നമുക്ക് തരും. ഒരു ബുക്ക് വാങ്ങുകയാണെങ്കിൽ 8% അതിൻ്റെ കാശ് നമുക്ക് കിട്ടും.
പിന്നെ ഒരു ഹോം ആൻഡ് കിച്ചൺ പ്രൊഡക്റ്റാണ് നമുക്ക് 9% കിട്ടും. അങ്ങനെ പല പല ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിൻ്റെ കുറിച്ചിട്ടുള്ള ഓരോ പ്രൊഡക്ട്സിനനുസരിച്ച് ഓരോ ടിയർ ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് റവന്യൂ വന്നുകൊണ്ടിരിക്കും. സോ ഇത് ആമസോണിൻ്റെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അഫിലിയേറ്റ് ആയിട്ട് ഫ്ലിപ്കാർട്ടിലുണ്ട്. affiliate.flipkart.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ ഇവിടെയും ഇതേപോലെ ജോയിൻ ചെയ്യുന്നു. അതിന് റവന്യൂ കമ്മീഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിലും പക്ഷേ അതേപോലെ തന്നെയാണ് റവന്യൂ ഇവിടെയും. ഇപ്പോൾ ഗ്രോസറീസ് നമ്മൾ മൂലം വാങ്ങുന്ന 11%, ബുക്സ് ആൻഡ് ജനറൽ മെർച്ചൻഡൈസ് ആണെങ്കിൽ 10%, ഹോം ആൻഡ് ഫർണിച്ചർ 8%. അങ്ങനെ ഡിഫറെൻറ്റ് പെർസെൻറ്റ്. നിങ്ങൾ ഒരിക്കലും 4% ഉള്ളൂ 3% ഉള്ളൂ എന്ന് ഒരിക്കലും നോക്കരുത്. കാരണം വലിയ പ്രൊഡക്ട്സിനൊക്കെ വളരെ ചെറിയ പെർസെൻറ്റേജ് ഉള്ളൂ, കാരണം അത് വലിയ എമൗണ്ട് ആയിട്ട് വരും. സോ ഇവിടെ നിങ്ങൾ കുറേ ഇതേപോലെ നിങ്ങൾ Quora ഉപയോഗിച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വളരെയധികം അഫിലിയേറ്റ്സ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. സോ ഈ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന അഫിലിയേറ്റ്സ് ജസ്റ്റ് ഒരു ദിവസം 2 ദിവസം അല്ല നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുക, പക്ഷേ അത് ലൈഫ് ലോങ് അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലൈഫ് ലോങ് നിങ്ങൾക്ക് അത് റവന്യൂ വന്നുകൊണ്ടേയിരിക്കും. അത് മാസക്കണക്കിന് റവന്യൂ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ നിങ്ങൾ ഇതേപോലെ കുറേ പ്രൊഡക്ട്സ് നിങ്ങൾ മാർക്കറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വരാൻ വരുമാനം അക്യുമുലേറ്റ് ചെയ്തിട്ട് മാസം ഒരു 10,000, 20,000, 30,000 ഇല്ലെങ്കിൽ 1,00,000 അങ്ങനെ പല റേറ്റിലോട്ട് നിങ്ങൾക്ക് പോകും. അത് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് നിങ്ങൾ ചെയ്യുന്നു അതിൽ ബേസ് ചെയ്തിട്ടാണ്. സോ ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് Quora ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് Quora ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അഫിലിയേറ്റ്. വേറെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ് മാത്രമേ ഞാൻ ഇപ്പോൾ ഇതിൽ ഷെയർ ചെയ്യുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോസ് ചെയ്യാം. വേറെ ഡിഫറെൻറ്റ് കുറേ മെത്തേഡ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോസ് ചെയ്യാം. സോ ഇത് ട്രൈ ചെയ്ത് നോക്കും. സോ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ഷെയർ ചെയ്തു, ഞാൻ ഉറപ്പായിട്ട് റെസ്പോണ്ട് ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.